Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the second part of the topic, classification of intellectual property rights from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Third classification of intellectual property right is patent. A patent is an exclusive right granted for an invention, which is a product or a process that provides a new way of doing something or offers a new technical solution to a problem. It provides protection for the invention to the owner of the patent. The protection is granted for a limited period, that is 20 years. Patent protection means that the invention cannot be commercially made, used, distributed or sold without the patent owner's consent. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് പേറ്റൻസ് എന്ന് പറയുന്നത്. പുതിയൊരു കാര്യം കണ്ടുപിടിക്കുക, പുതിയൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് കണ്ടെത്തുക. അതായത് ഒരു കാര്യം ചെയ്യുന്നതിനുള്ള പുതിയൊരു രീതി അല്ലെങ്കിൽ പുതിയൊരു പ്രോസസ്സ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിനുള്ള സാങ്കേതികപരമായ ഒരു പരിഹാരം, ടെക്നിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുക. ഇതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ നൽകുന്ന വ്യക്തികൾക്ക് പൂർണ്ണമായിട്ടും ആ കണ്ടുപിടുത്തത്തിന് മേൽ നൽകുന്ന ഒരു അവകാശത്തെയാണ് പേറ്റൻ്റ് എന്ന് പറയുന്നത്. ആരാണോ ഈ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ പേറ്റൻ്റ് ഓണർ, ആ വ്യക്തിക്ക് സംരക്ഷണം ലഭിക്കുന്നു. ഈ സംരക്ഷണം ലഭിക്കുന്നതാകട്ടെ 20 വർഷത്തേക്കാണ്, ഒരു ലിമിറ്റഡ് പീരീഡാണ്. 20 ഇയേഴ്സ് വരെയാണ് ഒരു വ്യക്തിക്ക് പുതിയൊരു കണ്ടുപിടുത്തത്തിന്, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിക്ക് പേറ്റൻ്റ് ലഭിക്കുന്നത്. 20 വർഷത്തേക്കാണ് ആ പേറ്റൻ്റ് ലഭിക്കുന്നത്. അപ്പോൾ പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ പേറ്റൻറ്റിലൂടെ ഒരു പേറ്റൻറ്റ് ഓണർക്ക് അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തം നടത്തിയ ഒരു വ്യക്തിക്ക് സംരക്ഷണം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം നടത്തിയ ആ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റ് ആകാം, പ്രോസസ്സ് ആകാം, എന്തു തന്നെയായാലും അത് കമേഴ്ഷ്യലി, വാണിജ്യപരമായിട്ട് മറ്റാർക്കും അദ്ദേഹത്തിൻ്റെ സമ്മതം കൂടാതെ നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ വിൽക്കുവാനോ സാധിക്കുകയില്ല. ഇതാണ് പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ പുതിയൊരു കണ്ടുപിടുത്തം നടത്തി കഴിഞ്ഞാൽ ആ കണ്ടുപിടുത്തം, അത് പ്രോഡക്റ്റ് ആയാലും പ്രോസസ്സ് ആയാലും, അതിൻ്റെ പൂർണ്ണ അവകാശം ആ കണ്ടുപിടിക്കുന്ന വ്യക്തിക്കാണ്. അദ്ദേഹമാണ് പേറ്റൻറ്റ് ഓണർ എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് മാത്രമേ അവകാശമുള്ളൂ. ആ കണ്ടുപിടുത്തം അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആയാലും പ്രോസസ്സ് ആയാലും അത് നിർമ്മിക്കാനോ, വാണിജ്യപരമായി നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വിതരണം ചെയ്യാനോ വിൽക്കാനുള്ള അവകാശം പേറ്റൻറ്റ് ഓണർക്ക് മാത്രമേ ഉള്ളൂ. പേറ്റൻറ്റ് ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ മറ്റാർക്കും ഈ പുതിയ കണ്ടുപിടുത്തം കമേഴ്ഷ്യലായിട്ട്, വാണിജ്യപരമായിട്ട് നിർമ്മിക്കാനോ ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ വിൽക്കാനോ സാധിക്കുകയില്ല. ഇതിനെയാണ് പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എ പേറ്റൻറ്റ് ഓണർ ഹാസ് ദ റൈറ്റ് ടു ഡിസൈഡ് ഹൂ മേ ഓർ മേ നോട്ട് യൂസ് ദ പേറ്റൻറ്റഡ് ഇൻവെൻഷൻ ഫോർ ദ പീരിയഡ് ഇൻ വിച്ച് ദ ഇൻവെൻഷൻ ഈസ് പ്രൊട്ടക്റ്റഡ്. The patent owner may give permission to or license other parties to use the invention on mutually agreed terms. The owner may also sell the right to the invention to someone else who will then become the new owner of the patent. ഇവിടെ പറയുന്നത് ഒരു പേറ്റൻ്റ് ഓണർക്ക് തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള കാലാവധിയിൽ, നമ്മൾ നേരത്തെ പഠിച്ച് 20 വർഷം വരെ ഒരാൾക്ക് പേറ്റൻ്റ് റൈറ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കാലയളവിൽ തൻ്റെ കണ്ടുപിടുത്തം ആരുപയോഗിക്കണം ആരുപയോഗിക്കണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം ഒരു പേറ്റൻ്റ് ഓണർക്കുണ്ട്. പക്ഷേ ഒരു പേറ്റൻ്റ് ഓണർക്ക് വേണമെങ്കിൽ മറ്റ് കക്ഷികൾ തൻ്റെ കണ്ടുപിടുത്തം തൻ്റെ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ പരസ്പരമുള്ള സമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാനുള്ള പെർമിഷൻ അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കും, അനുവാദം കൊടുക്കാനായിട്ട് സാധിക്കും. അത് പക്ഷേ പേറ്റൻ്റ് ഓണർക്ക് മാത്രമേ അത്തരത്തിൽ അനുവാദം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ചില അവസരങ്ങളിൽ പേറ്റൻ്റ് ഓണർ തൻ്റെ ഈ പേറ്റൻ്റ് അവകാശം മറ്റു വ്യക്തിക്ക് വിൽക്കാനായിട്ടും സാധിക്കും. അങ്ങനെ വിൽക്കുകയാണ് തൻ്റെ ഈ പേറ്റൻ്റ് അവകാശം, തൻ്റെ പുതിയ കണ്ടുപിടുത്തത്തിന് തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ പേറ്റൻ്റ് അവകാശം, ആ അവകാശം മറ്റൊരു വ്യക്തിക്ക് വിൽക്കാനും പേറ്റൻ്റ് ഓണർക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർക്കാണോ വിൽക്കുന്നത് ആ വ്യക്തിയായിരിക്കും പുതിയ പേറ്റൻ്റ് ഓണർ, അല്ലെങ്കിൽ ആ പേറ്റൻ്റ് അവകാശം ഇനി പുതിയ വ്യക്തിക്കായിരിക്കും ലഭിക്കുന്നത്. ഇതാണ് പേറ്റൻറ്റിൻ്റെ ചില പ്രത്യേകതകൾ. Once a patent expires, the protection ends and an invention enters the public domain. That is, the owner no longer
holds exclusive rights to the invention, which becomes available to commercial exploitation by others. All patent owners are obliged, in return for patent protection, to publicly disclose information on their invention in order to enrich the total body of technical knowledge in the world. ഇവിടെ വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരിക്കൽ ഒരു പേറ്റൻറ്റ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ, അതിൻ്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു പേറ്റൻറ്റ് സാധാരണ 20 വർഷത്തേക്കാണ് നൽകുന്നത്. അപ്പോൾ ഒരു പേറ്റൻറ്റിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ അവിടെ അവസാനിക്കുന്നു, സംരക്ഷണം തീരുന്നു. പിന്നെ ആ പുതിയ കണ്ടുപിടുത്തത്തിന് സംരക്ഷണമില്ല. ആ പുതിയ കണ്ടുപിടുത്തം പൊതുജനങ്ങൾക്കായി തുറക്കപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓണർക്ക് പിന്നീട് ആ കണ്ടുപിടുത്തത്തിൻ്റെ മേൽ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. അതായത് മറ്റുള്ളവർക്കത് വാണിജ്യപരമായിട്ട് അത് നിർമ്മിക്കുവാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും ചെയ്യുന്നു. ഇത് പേറ്റൻറ്റ് എക്സ്പയർ ആകുമ്പോൾ മാത്രമാണ്. മറ്റൊരു കാര്യം, നമുക്കറിയാം ഈ പേറ്റൻറ്റ് ഓണേഴ്സിന് പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പൊതുജനങ്ങളോട് അല്ലെങ്കിൽ ഈ ലോകത്തോട് ഒരു കടപ്പാടുണ്ട്, ഒരു ഓബ്ലിഗേഷൻ ഉണ്ട്. അതിതാണ്, എന്തായാലും തങ്ങൾക്ക് 20 വർഷത്തേക്ക് തങ്ങളുടെ കണ്ടുപിടുത്തം മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ അനുവാദം കൂടാതെ മറ്റാരും ഉപയോഗിക്കത്തില്ല, ആർക്കും അത് നിർമ്മിക്കാൻ പറ്റില്ല, ആർക്കും അത് വിൽക്കാൻ സാധിക്കില്ല, ഒന്നും സാധിക്കത്തില്ല. അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇവർക്ക് പേറ്റൻറ്റിലൂടെ ലഭിക്കുമ്പോൾ ഈ പേറ്റൻറ്റ് ഓണേഴ്സിന് സമൂഹത്തോട് അല്ലെങ്കിൽ പബ്ലിക്കിനോടൊരു കടമയുണ്ട്. ആ കടമയെന്ന് പറയുന്നത് ഈ ഇൻവെൻഷനെ കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. അങ്ങനെ നൽകുമ്പോൾ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തം നടത്തിയതെന്നും ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും ഇനി ഭാവിയിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം ചെയ്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനിരിക്കുന്നവർക്കൊരു പ്രചോദനവും അവർക്ക് അറിവും പകർന്നു നൽകുന്നതായിരിക്കും. അത് എല്ലാ പേറ്റൻറ്റ് ഓണേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരാൾക്ക് പേറ്റൻറ്റ് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല. അയാളുടെ അനുവാദം കൂടാതെ ആർക്കും ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അത് വീണ്ടും നിർമ്മിക്കാനോ അല്ലെങ്കിൽ വിതരണം ചെയ്യാനോ വിൽക്കുവാനോ ഉപയോഗിക്കാനോ ഒന്നും സാധിക്കത്തില്ല. അപ്പോൾ അവരുടെ ഒരു കടമയാണ്, ആ പേറ്റൻറ്റ് ഓണേഴ്സിൻ്റെ കടമയാണ് തങ്ങളെ എങ്ങനെയാണ് ഈ പുതിയ കണ്ടുപിടുത്തം നടത്തിയത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിന് വേണ്ടത് എന്നുള്ള സുപ്രധാന വിവരങ്ങൾ പൊതുജനങ്ങൾക്കായി നൽകുക എന്നുള്ളത്, അത് വെളിപ്പെടുത്തുക, ആ വിവരങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ളത്, ഇത് പേറ്റൻറ്റ് ഓണേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Fourth classification of intellectual property rights is geographical indication of goods or GI. GI are sign used on goods that have a specific geographical origin and possess qualities or a reputation that are due to that place of origin. Agricultural products typically have qualities that derive from their place of production and are influenced by specific local factors such as climate and soil. They may also highlight specific qualities of a product which are due to human factors that can be found in the place of origin of the products, such as specific manufacturing skills and traditions. Intellectual property rights in the classification നാലാമത്തേത് geographical indication of goods അഥവാ GI ആണ്. Geographical indication of goods എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നിർമ്മിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സിനോ പ്രോഡക്ട്സിനോ ഒക്കെ ആ സ്ഥലത്തിൻ്റേതായ ചില പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രത്യേക സ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന ഗുഡ്സിനും പ്രോഡക്ട്സിനും ഒക്കെ നൽകുന്നൊരു സൈനാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ്, അതായത് എവിടെയാണോ ഏത് സ്ഥലത്താണോ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ സ്ഥലത്തിൻ്റെ ക്വാളിറ്റീസ് കൂടുതൽ കാണപ്പെടുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലാണ്. അതായത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വളരുന്ന അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ആ കാർഷിക ഉൽപ്പന്നം വിളയുന്ന അല്ലെങ്കിൽ വളരുന്ന മണ്ണിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത, ഇതൊക്കെ കൊണ്ട് തന്നെ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക ഉൽപ്പന്നത്തിനും ചില ഗുണങ്ങളും കാണും, അതേപോലെ തന്നെ അതിന് ചില സ്പെഷ്യാലിറ്റീസ് ഒക്കെ കാണും, ചില ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഡക്ട്സിന് നൽകുന്ന ഒരു അടയാളം സൈനാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്.
ഇനി ഇത് മാത്രമല്ല, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രത്യേകതകൾ മാത്രമല്ല, ചില പ്രത്യേക സ്ഥലങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോഡക്ട്സിന് അല്ലെങ്കിൽ ഗുഡ്സിനും ഇത്തരത്തിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഈ അടയാളങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ അവിടെ പ്രത്യേക നിർമ്മാണ വൈദഗ്ധ്യമുള്ള, മാനുഫാക്ചറിങ് സ്കിൽസുള്ള, അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് ഇത്തരത്തിലുള്ള ഉൽപ്പാദനം നടത്തി പരിചയമുള്ള ചില പ്രോഡക്ട്സ് നിർമ്മിച്ചുള്ള ആൾക്കാർ കാണും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ കഴിവ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചില പ്രോഡക്ട്സിനും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് കൊടുക്കാറുണ്ട്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവുന്നതാണ്. Geographical indication points to a specific place or region of production that determines the characteristic qualities of the product that originates therein. It is important that the product derives its qualities and reputation from that place. Place of origin may be a village or town, a region or a country. അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ GI എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോഡക്ട്സിനോ ഗുഡ്സിനോ നൽകുന്ന ഒരു അടയാളമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഏറെ പ്രത്യേകിച്ച് പറയാം, ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റേതായ ഗുണഗണങ്ങൾ ആ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന സൈൻ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഒരു പ്രത്യേക സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിരിക്കണം. ആ പ്രത്യേക സ്ഥലത്തിൻ്റേതായ ഗുണങ്ങൾ, സവിശേഷതകൾ ഈ പ്രോഡക്റ്റിൽ കാണുകയും വേണം. അതാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിക്കാനുള്ള ഒരു ഘടകമെന്ന് പറയുന്നത്. ഇനി ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒറിജിൻ, അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഒരു ഗ്രാമമാകാം, ഒരു പട്ടണമാകാം, ഒരു പ്രദേശമാകാം, അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെയാകാം. അപ്പോൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ GI സൈൻ ലഭിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു രാജ്യത്തിൻ്റെ പേരിലാകാം, ഒരു പ്രദേശത്തിൻ്റെ പേരിലാകാം, ഒരു പട്ടണത്തിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ പേരിലാകും ആ പ്രോഡക്റ്റ് അറിയപ്പെടുന്നത്. എക്സാമ്പിൾസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്: സോളാപൂർ ചഡ്ഡർ, സോളാപൂർ ടെറി ടവൽ, ബാസ്മതി റൈസ്, ഡാർജിലിംഗ് ടീ, കാഞ്ചീപുരം സിൽക്ക് സാരി, അൽഫോൺസോ മാംഗോ, നാഗ്പൂർ ഓറഞ്ച്. അപ്പം നമ്മളിവിടെ കുറേ പേരുകൾ, കുറേ ഉൽപ്പന്നങ്ങളുടെ പേരുകൾ വായിച്ചു കേട്ടു. ഇതെല്ലാം ഇന്ത്യയിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അഥവാ GI സൈൻ ലഭിച്ച പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഗുഡ്സാണ്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെയും മുമ്പായിട്ട് ഉള്ള പേരെന്ന് പറയുന്നത് അവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. ഒന്നാമതായി പറയുന്നത് സോലാപൂർ ചഡ്ഡർ, 2 സോലാപൂർ ടെറി ടവൽ. സോലാപൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്, മഹാരാഷ്ട്രയിലുള്ള ഒരു ജില്ലയാണ് സോലാപൂർ എന്ന് പറയുന്നത്. ആ ജില്ലയിൽ നിർമ്മിക്കപ്പെടുന്ന ചഡ്ഡർ എന്ന് പറയുന്നത് ഒരു കോട്ടൺ ബെഡ്ഷീറ്റിനാണ് ഈ ചഡ്ഡർ എന്ന് പറയുന്നത് ഹിന്ദിയിൽ. അപ്പോൾ ഈ കോട്ടൺ ബെഡ്ഷീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹാരാഷ്ട്രയിൽ സോലാപൂർ ജില്ലയിൽ തയ്ച്ച് അല്ലെങ്കിൽ നെയ്തുണ്ടാക്കുന്ന കോട്ടൺ ബെഡ്ഷീറ്റാണ്. അതിന് ഏറെ പ്രത്യേകതയുണ്ട്. കാരണം അത് നിർമ്മിക്കുന്ന ആൾക്കാരുടെ കഴിവ്, മാനുഫാക്ചറിങ് സ്കില്ലും ആ പ്രത്യേക സ്ഥലത്ത് നിർമ്മിക്കുന്നതിൻ്റെ പ്രത്യേകതയും ആ ബെഡ്ഷീറ്റിനുണ്ട്. അതാണ് ചഡ്ഡർ എന്ന് പറയുന്നത്, കോട്ടൺ ബെഡ്ഷീറ്റാണത്. അതേപോലെ തന്നെ സോലാപൂർ ടെറി ടവൽ നമുക്കറിയാം, തോർത്ത്. ഈ തോർത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും ഈ മഹാരാഷ്ട്രയിലെ സോലാപൂർ ഡിസ്ട്രിക്റ്റിൽ നിർമ്മിക്കപ്പെടുന്ന ടെറി ടവലാണ്. നമുക്കറിയാം ഈ തോർത്ത് തന്നെ പലതരത്തിലുണ്ട്. അതായത് ഇച്ചിരി നൂലൊക്കെ പൊങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഇച്ചിരി കട്ടിയുള്ള തോർത്തുണ്ട്. അതായത് വെള്ളം കൂടുതൽ അത് സോക്ക് ചെയ്തെടുക്കും, അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ടവലുകൾ. നമ്മൾ ടർക്കി ടവൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ ടെറി ടവൽ, ഈ ടവൽ എന്ന് പറയുന്നത് അതിൻ്റെ നൂലുകൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും, ഇച്ചിരി പൊങ്ങിയൊക്കെ ഇരിക്കും, കുറച്ച് കട്ടി കാണും. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ വലിച്ചെടുക്കും. അപ്പോൾ ഇതും സോലാപൂർ എന്ന് പറഞ്ഞ മഹാരാഷ്ട്രയിലെ ജില്ലയിൽ നിർമ്മിക്കുന്നതുകൊണ്ടാണ് അതിന് സോലാപൂർ ടെറി ടവൽ എന്ന് പേര് വന്നത്. സോലാപൂർ ചഡ്ഡർ എന്ന് വെച്ചാൽ കോട്ടൺ ബെഡ്ഷീറ്റാണ്, അതും മഹാരാഷ്ട്രയിലെ സോലാപൂർ ജില്ലയിൽ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിനും ഈ ടവലിനൊക്കെ വളരെ അധികം ആൾക്കാരുടെ ഡിമാൻഡുണ്ട്. കാരണം അത് ഇന്ന സ്ഥലത്ത് ആ ചില പ്രത്യേക കഴിവോടുകൂടിയുള്ള ആൾക്കാർ നിർമ്മിക്കുന്നത് കൊണ്ടാണ്
അതിന് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയത്. അപ്പോൾ ഇത് അറിയപ്പെടുന്ന ചഡ്ഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ബെഡ്ഷീറ്റ് എന്നുള്ള അർത്ഥം. സോലാപ്പൂർ ചഡ്ഡർ എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത ആൾക്കാർ ചോദിച്ചു വാങ്ങുന്നത് സോലാപ്പൂർ ചഡ്ഡർ വേണം അല്ലെങ്കിൽ സോലാപ്പൂർ ടെറി ടവലാണ് വേണ്ടത് എന്ന് പറയും. ഇനി മൂന്നാമതായി ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ബാസ്മതി റൈസ് എന്ന് പറയുന്നത്. ബാസ്മതി റൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു ഇന്ത്യൻ വെറൈറ്റിയാണ്. ബാസ്മതി റൈസിൻ്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം ലോങ് ഗ്രെയിൻ റൈസാണിത്, അരിയാണ്. ഇതിന് ഏകദേശം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നീണ്ടിരിക്കും. നമുക്കറിയാം, നമ്മൾ ബാസ്മതി റൈസ് എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം. ബാസ്മതി റൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഒരു റൈസിന് കിട്ടിയിരിക്കുന്ന, അരിക്ക് കിട്ടിയിരിക്കുന്ന ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ് ബാസ്മതി എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അരിയുടെ മണി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്, നീളം എന്ന് പറയുന്നത് ഏകദേശം 6.61 മില്ലിമീറ്റർ ആണ്. ഇച്ചിരി നീളം ഉണ്ടാകും. ആവറേജ് ലെങ്ത് ആണ് ഈ പറയുന്നത്. അതിൻ്റെ ബ്രെഡ്ത്ത്, കനം എന്ന് പറയുന്നത് 2 മില്ലിമീറ്റർ ആണ്. 2 മില്ലിമീറ്റർ മാത്രമേ കാണൂ. അപ്പം നേർത്ത് നീണ്ടിരിക്കുന്ന തരത്തിലുള്ള ഈ അരിമണിക്കാണ് ബാസ്മതി റൈസ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മണവും നല്ല ചോറ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേവുകയും പെട്ടെന്ന് കഴിക്കാനായിട്ട് സ്വാദിഷ്ടമായിട്ട് കഴിക്കാനും പറ്റുന്നൊരു ഇതാണ്. അതുകൊണ്ട് പലരും ബാസ്മതി റൈസ് ചോദിച്ചു. ഇതേ നീളത്തിലുള്ള ലോങ് ഗ്രെയിൻഡ് ആയിട്ടുള്ള വേറെയും അരിയുണ്ട്, പക്ഷേ ബാസ്മതി റൈസ് ഇന്ത്യൻ വെറൈറ്റി. അടുത്തതായി പറയുന്ന ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ് ഡാർജിലിംഗ് ടീ. ഡാർജിലിംഗ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ്. വെസ്റ്റ് ബംഗാളിലുള്ള ഡാർജിലിംഗ് ഡിസ്ട്രിക്റ്റും ഉണ്ട്, കലിംപോണ്ട് ഡിസ്ട്രിക്റ്റും ഉണ്ട്. ഇവിടെയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേയിലയ്ക്കാണ് ഡാർജിലിംഗ് ടീ എന്ന് പറയുന്നത്. ഈ തേയിലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഇലകളാണ്. അപ്പോൾ ആസാമിലാണ് കൂടുതൽ ചായ അല്ലെങ്കിൽ തേയില ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന തേയിലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇല വലുതായിരിക്കും. പക്ഷേ ഈ ഡാർജിലിംഗ് തേയിലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ചെറുതായിരിക്കും. പ്രത്യേക നല്ല മണവും നല്ല ചായയൊക്കെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരുന്നതായ, അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ തേയില ആയതുകൊണ്ട് അതിനെ ഡാർജിലിംഗ് ടീ എന്ന് വിളിക്കുന്നു. ഇതും ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആണ്. അടുത്ത നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് കാഞ്ചീപുരം സിൽക്ക് സാരി. സിൽക്ക് സാരി എന്ന് വെച്ചാൽ പട്ട് സാരിയാണ്. അപ്പോൾ ഈ പട്ട് സാരി കാഞ്ചീപുരം എന്ന തമിഴ്നാട്ടിലെ സ്ഥലത്ത് അവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ നെയ്തെടുക്കുന്ന, കൈത്തറിയിൽ നെയ്തെടുക്കുന്ന പട്ടുസാരിയാണ് കാഞ്ചീപുരം സിൽക്ക് സാരി എന്ന് പറയുന്നത്. അപ്പോൾ കാഞ്ചീപുരം സിൽക്കിന് പ്രത്യേകതയുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ഡിസൈനും അവരുടെ കഴിവ് ഉപയോഗിച്ച് അവർ നെയ്തെടുക്കുന്ന സാരി ആയതുകൊണ്ടാണ് കാഞ്ചീപുരം സിൽക്ക് സാരി എന്ന് പറയുന്നത്. സിൽക്ക് സാരി, പട്ടുസാരി പല പ്രോഡക്റ്റ്സ് ഉണ്ട്. പക്ഷേ കാഞ്ചീപുരം സിൽക്ക് സാരി എന്ന് വെച്ചാൽ ആ പ്രത്യേക പ്രദേശത്ത് നിർമ്മിക്കപ്പെടുന്ന സിൽക്ക് സാരി മാത്രമാണ് കാഞ്ചീപുരം സിൽക്ക് സാരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്താണെന്ന് മനസ്സിലായി വരുന്നുണ്ട്. ഇനി അടുത്തതായി പറയുന്ന അൽഫോൺസോ മാംഗോ. നമ്മൾ മലയാളത്തിലേക്ക് കേട്ടിട്ടുണ്ട് അൽഫോൺസോ മാങ്ങ. അൽഫോൺസോ മാങ്ങ നല്ല രുചിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നല്ല സ്വീറ്റാണ്, ജ്യൂസി പൾപ്പുണ്ട്, അതായത് ജ്യൂസൊക്കെ അടിക്കാൻ നല്ലതാണ്. വളരെ നല്ല മധുരമുള്ള മാങ്ങയാണ് ഈ അൽഫോൺസോ മാംഗോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, ഈ അൽഫോൺസോ മാംഗോ എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ് ഈ മാങ്ങ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറയുന്നത്. പോർച്ചുഗീസ് നാവികനായിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചാരിയായിട്ടുള്ള അൽഫോൺസോ ഡി അൽബുക്കർക്ക് പോർച്ചുഗീസ് സഞ്ചാരിയാണ്. അദ്ദേഹം പോർച്ചുഗീസുകാരാണ് ഈ മാവിൻ തൈയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള, മഹാരാഷ്ട്രയിലും വെസ്റ്റേൺ ഇന്ത്യ, അതായത് പടിഞ്ഞാറേ ഇന്ത്യയിൽ ഭാഗത്താണ് ഈ അൽഫോൺസോ മാംഗോ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പേര് വന്നത്, അൽഫോൺസോ മാംഗോ എന്ന പേര് വന്നത് ഈ അൽബുക്കർക്ക്, അൽഫോൺസോ ഡി അൽബുക്കർക്ക് എന്ന് പറഞ്ഞ ആ പോർച്ചുഗീസ് സഞ്ചാരിയുടെ നാമമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അൽഫോൺസോ മാംഗോയ്ക്ക് പ്രത്യേകത ഉണ്ട്. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത്, അതായത് മഹാരാഷ്ട്രയിലെ, ഏറെ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലാണ് കൂടുതൽ ഈ മാങ്ങ വിളയുന്നത്. അതേപോലെ തന്നെ പടിഞ്ഞാറേ ഇന്ത്യയിലും ഈ മാങ്ങ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ പോർച്ചുഗീസ് സഞ്ചാരിയുടെ പേരിലാണ് ഈ മാങ്ങ അറിയപ്പെടുന്നത്. അടുത്തത് നാഗ്പൂർ ഓറഞ്ച്. നാഗ്പൂർ ഓറഞ്ച് എന്ന് വെച്ചാൽ ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത, ഇതും ഒരു വ്യത്യസ്തമായ ഓറഞ്ചാണ്. നാഗ്പൂർ നമുക്കറിയാം മഹാരാഷ്ട്രയിലാണ്.
മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ പിടിക്കുന്നതായ അവിടെ വിളയുന്നതായ ഓറഞ്ചിനാണ് നാഗ്പൂർ ഓറഞ്ച് എന്ന് പേര് ലഭിച്ചിരിക്കുന്നത്. ഈ ഓറഞ്ചിൻ്റെ പ്രത്യേകത ഇത് വളരെ മധുരമുള്ളതും അതേപോലെ നല്ല ജ്യൂസിയുമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഓറഞ്ച് പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്, പക്ഷേ നാഗ്പൂർ ഓറഞ്ചിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആറന്മുള കണ്ണാടി, ആറന്മുള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർമ്മിക്കപ്പെടുന്ന കണ്ണാടിക്ക് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റിൻ്റെ ഗുഡ്സിൻ്റെ ഓട് ചേർത്ത് ആ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ അവരുടെ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയുടെ പേരൊക്കെ അതിനോട് അറ്റാച്ച് ചെയ്ത് വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ്സ് അഥവാ GI എന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്താണെന്ന് ക്ലിയർ ആയി കാണാം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പേറ്റൻറ്റ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഓർ GI? I hope all of you have understood the second part of the topic, classification of intellectual property rights, quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.